ഹലോ ഫ്രണ്ട്സ്, അപ്പം 2025 തിരുവല്ലയിലെ ഏറ്റവും വലിയൊരു ഫെസ്റ്റിവലായ പുഷ്പമേളയുടെ ചെറിയ ഭാഗങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. മനോഹരമായ പുഷ്പവസന്തങ്ങളുടെ കാഴ്ച തന്നെയാണ് തിരുവല്ലയിൽ ഈ വർഷം ഒരുക്കിയിരിക്കുന്നത്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വൃക്ഷത്തൈകൾക്കെല്ലാം വർഷങ്ങളുടെ പഴക്കമുണ്ട്. ആ വൃക്ഷത്തൈകളുടെ പേരും അതോടൊപ്പം പഴക്കവും നിങ്ങൾക്ക് പോകുമ്പോൾ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് കാണാവുന്നതാണ്. പിന്നീട് കാണാൻ കഴിയുന്നത് മനോഹരമായ പുഷ്പങ്ങളാണ്. പല പല തരത്തിലുള്ള കണ്ണിന് കുളിർമയേകുന്ന മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു പുഷ്പമേളയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീഡിയോ എടുക്കുന്ന സമയത്തും ഞാൻ ഈ പുഷ്പങ്ങളിലെല്ലാം തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ് ഫോണിലോട്ട് നോക്കുന്നേയില്ല. ഫോണിൽ കാണുന്നതിലും നല്ല നമ്മൾ ഡയറക്റ്റ് കാണുന്നതാണ്. ആ ഒരു ഭംഗി, കണ്ണിന് കിട്ടുന്ന ഒരു സന്തോഷം, അതൊരു നേരിട്ടറിയേണ്ട ഒരു അനുഭൂതിയാണ്. പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പുഷ്പമേളയിൽ 1000 ആൾക്കാരാണ് കാണാൻ എത്തിച്ചേരുന്നത്. ഈ വർഷം സെൽഫി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സെൽഫി പോയിന്റുകളായിട്ട് 2-3 സ്പോട്ടുകളും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ജീവിതത്തിൽ കുറച്ച് സമയം നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾക്കായി മാറ്റിവെക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ചുമന്ന് തൊടുത്തിരിക്കുന്ന റോസാപ്പൂലൊക്കെ തന്നെ നോക്കുമ്പം എന്തോ രസമാണ് കണ്ണിന് ലഭിക്കുന്നത്. ഈ കുട്ടികളിരിക്കുന്ന ഭാഗമൊക്കെ സെൽഫി സ്പോട്ടുകളാണ്. നിങ്ങൾക്ക് ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ ഒന്ന് സെൽഫിയൊക്കെ എടുക്കാവുന്നതാണ്. ഈ പൂക്കളൊക്കെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്, എന്തൊരു രസമാണ് കാണാൻ. ഞാനെന്താ ഈ പൂക്കളുടെ ഇടയിൽ നിൽപ്പുണ്ടേ, എല്ലാവരും എന്നെ കൂടെ മൈൻഡ് ചെയ്യണേ. ആഹാ, ഇതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ചേട്ടനും നിൽപ്പുണ്ടേ. ഈ ഒരു സെക്ഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് വിദേശ പുഷ്പങ്ങളുടെ ശേഖരങ്ങൾ അവിടെ കാണാൻ സാധിക്കും. ഒരുപാട് രസം തന്നെയാണ്, ഒരുപാട് ഭംഗിയാണ് ഇവയെല്ലാം കാണാൻ തന്നെ.
പിന്നെ അവിടെ ഇഷ്ടം പോലെ കടകൾ, പലതരത്തിലുള്ള കടകളുണ്ട്. കുട്ടികൾക്കായിട്ടുള്ള കളിപ്പാട്ടങ്ങൾ, അതുപോലെ ലേഡീസ് ഐറ്റംസ്, ചെരുപ്പുകൾ, ബാഗുകൾ, അങ്ങനെ അനവധി കിച്ചണിലോട്ടുള്ള സാധനങ്ങൾ, പിന്നെ ഫുഡ് ഐറ്റംസൊക്കെ ഇഷ്ടം പോലെ. നമുക്ക് പണ്ടത്തെ മെമ്മറീസ് തരുന്ന ഒരുപാട് മുട്ടായി ശേഖരം തന്നെ അവിടെ അവർ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട്. എല്ലാം കണ്ട് വാടി തളർന്ന ശേഷം നേരെ പോയി ഫുഡ് കഴിച്ചു. മൺപൊറോട്ടയും ചിക്കൻ കറിയുമാണ് കഴിച്ചത്. അടിപൊളിയായിരുന്നു, രക്ഷയില്ലായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് സ്ഥലം കാലിയാക്കി. ഈ വർഷത്തെ പുഷ്പമേള അടിച്ചു പൊളിച്ചു. നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ അടുത്ത വർഷത്തിനായിട്ട് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സഹായിക്കണം. ഒരടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ഓക്കെ, ബൈ, ടാറ്റാ.